പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിൻ്റെ 18-ാം ദിവസമാണിന്ന്. മാർച്ച് 5 വ്യാഴാഴ്ച. ഒരു യഥാർത്ഥ ശിഷ്യൻ ആരാണെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ കുർബാനയിൽ ഈശോ പറയുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 28 വരെ വാക്യങ്ങൾ നമ്മൾ കാണുന്നു. വാക്കുകളിലെ നന്മ പ്രവൃത്തിയിൽ സ്നേഹമായി, സഹായമായി, ഉപകാരമായി മാറുമ്പോഴേ അത് ദൈവത്തിന് പ്രീതികരമായി മാറൂ എന്ന് ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ പറയുന്നു, നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് അധരങ്ങൾ കൊണ്ട് വിളിച്ചതുകൊണ്ട് ആയില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് പോരാ, മറിച്ച് എൻ്റെ പിതാവിൻ്റെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. വാക്കുകൾ കൊണ്ട് പറയുകയല്ല, പ്രവൃത്തിയിൽ പ്രാവർത്തികമാക്കുകയാണ് വേണ്ടതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, ഏറ്റവും നല്ല തെളിവ് നമ്മൾ കാണുന്നത് മത്തായിയുടെ തന്നെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഈശോയെപ്പോലെ കരുതി തങ്ങളുടെ അടുത്ത് വന്ന പാവപ്പെട്ടവരായ മനുഷ്യർക്ക് ചില ആളുകൾ കുറേ നന്മകൾ ചെയ്തു കൊടുത്തു. അവർ ഭക്ഷിക്കാൻ കൊടുത്തു, കുടിക്കാൻ കൊടുത്തു, വസ്ത്രമില്ലാത്തപ്പോൾ അവരെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നപ്പോഴും കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും സന്ദർശിച്ചു. ഇതെല്ലാം പ്രവർത്തനങ്ങളായതാണ്. മനസ്സിലുണ്ടായിരുന്ന നന്മ, വാക്കുകളിലുണ്ടായിരുന്ന നന്മ പ്രവൃത്തിയിലേക്ക് വന്നതാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തിയത്, അവരെക്കുറിച്ച് സന്തോഷിക്കാൻ ദൈവത്തിന് കാരണമായത്. എന്നാൽ മറ്റുള്ള ആളുകൾ പറഞ്ഞു, ദൈവമേ, നിന്നെ ഒരിക്കലും ഞങ്ങൾ ആ രൂപത്തിൽ കണ്ടില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് വന്ന ആളുകളൊക്കെ ഞാൻ തന്നെയായിരുന്നു, അവരിൽ മറഞ്ഞിരുന്നത് ഞാൻ തന്നെയാണ്. മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ട്, ഈശോയെ കണ്ട് അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനും തയ്യാറായ പ്രവൃത്തിയാണ് അവരെ നീതീകരിച്ചതും ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കിയതും സ്വർഗത്തിന് അവകാശികളാക്കിയതും എന്ന് നമ്മൾ പറയുന്നു. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഫോണിൽ അയച്ച് കിട്ടിയ ഒരു പ്രഭാത സന്ദേശം ഇങ്ങനെയായിരുന്നു: താൻ പോലും അറിയാതെ ചെയ്യുന്ന നന്മകളാണ് യഥാർത്ഥ പ്രാർത്ഥന. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന നന്മ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളായി തന്നെ മാറുന്നു. അതിനെ ആ രീതിയിൽ ദൈവം സ്വീകരിക്കുന്നു എന്ന് ഈ ഒരു ചിന്ത നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നന്മ വാക്കുകളെ നല്ല പ്രവർത്തനങ്ങളാക്കി മാറ്റാനുള്ള അവസരമാണ് നോമ്പുകാലം. യാക്കോബ് ശ്ലീഹ പറയുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു, വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ നടത്തുന്നു. അത് നമ്മുടെ ആത്മീയതയുടെ നല്ല ഭാഗമായി മാറുന്നത് നമുക്ക് മറ്റുള്ളവരെ പരിഗണിക്കാനും സ്നേഹിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് നന്മ പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിക്കുമ്പോഴാണ്. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ പറഞ്ഞു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. നമുക്ക് ഈ നോമ്പുകാലത്തും തുടർന്നുള്ള ജീവിതത്തിലും മധുരം പുരട്ടിയ വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് മുമ്പോട്ട് പോകുന്നതിന് പകരം ഇപ്രകാരം മധുരം പുരട്ടിയ വാക്കുകൾ കുറച്ച് സ്നേഹം കൂടുതലായി ചേർത്ത നല്ല പ്രവർത്തനങ്ങൾ വഴി, മറ്റുള്ളവർക്ക് ആവശ്യമുള്ള ഉപകാരങ്ങൾ ചെയ്യുന്നത് വഴി, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത് വഴി അവർക്കും കൂടുതൽ പ്രിയപ്പെട്ടവരാവാം. അതിനേക്കാൾ ഉപരി ദൈവത്തിനും പ്രിയപ്പെട്ടവരാവാം. ഇനി മുതൽ നമ്മുടെ വാക്കുകളല്ല, നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ സംസാരിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.